شوفك أنا متى عياني الشوق نار وهيجا بقلبي آي 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 كندرنا خبي حبك أنا حليم فضوح أنا من ليبيا آي 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 അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഗോതമ്പട ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരം പിന്നെ പഞ്ചസാരയാണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള പൊടി നമുക്ക് എടുക്കാം, ഗോതമ്പിൻ്റെ പൊടി. അപ്പോൾ ഞങ്ങൾക്ക് വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, ഇവിടെ അധികം പേരൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ചായക്കൊരു 4 മണിക്കൊരു ചായ ഉണ്ടാക്കി കഴിക്കാനായിട്ടാണ്. ഒരു ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത്, പച്ചവെള്ളമാണ് കേട്ടോ, പച്ചവെള്ളം ചേർത്ത് കുഴയ്ക്കാം. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കുഴയ്ക്കാം. അപ്പോൾ ഞാനിവിടെ വാഴല ഇവിടെ പൊടിച്ച് കൊണ്ടിട്ടുണ്ട്, കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, അതങ്ങനെ വെറുതെ വെച്ചേക്കാണ്. അപ്പോൾ ഒരു നൂല് കുറച്ചിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള 4 മണിക്കൊക്കെ പിള്ളേർ വരുമ്പോൾ ഇങ്ങനെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്ക് കഴിക്കും, വയറിനൊന്നും കുഴപ്പമുണ്ടാവില്ല, വിശപ്പും മാറും. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ്, കഴിക്കാനും പറ്റും. പിന്നെ ടിഫിനായിട്ടും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഏലക്കാപ്പൊടി ഇടും, ചിലർ നല്ല ജീരകം ഇടും. ഞാനതൊന്നും ചേർക്കുന്നില്ല. ജീരകം ചേർക്കണതിൻ്റെ ഇത് എനിക്ക് ഇത്ര ഇഷ്ടമല്ല. പിന്നെ ഏലക്ക ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് അത് ചേർത്തത്. അപ്പോൾ ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കണം, അപ്പോഴാണ് വേവൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇത്തിരി കൂടി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കട്ടെ കേട്ടോ. ഞാനപ്പോൾ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നാളികേരത്തിൽ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കര ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള മധുരം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ശേഷം ഇതെടുക്കാം. ഇനി നല്ല പോലെ പരത്തി കൊടുക്കാം. കുറച്ച് വെള്ളം അങ്ങനെ തൊടാം, എന്നിട്ടിങ്ങനെ പരത്തി കൊടുക്കുക. നല്ല നേഴ്സായിട്ട് പരത്തണം, എപ്പോഴാണ് ടേസ്റ്റ് അടക്കി. കനമില്ലാത്ത അടിയാണ് നല്ലത്. അപ്പോൾ എല്ലാം ഇതുപോലെ പരത്തി എടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് വെള്ളമൊന്ന് തൊട്ട് കൊടുക്കുക. അപ്പം നല്ല പോലെ പരത്താൻ പറ്റും നമുക്ക്. അപ്പോൾ ലൂസായിട്ടൊന്ന് കുഴയ്ക്കുക വെള്ളം ചേർത്തിട്ട്. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ഇതിന് കിട്ടുള്ളൂ. പിന്നെ എപ്പോഴും ചെറിയ അടിയാണ് നല്ലത്, അപ്പോൾ എല്ലായിടത്തേക്കും മധുരമൊക്കെ എത്തും. ഇനി നമുക്ക് ആഡാക്കി കൊടുക്കാം. ഒക്കെ പിള്ളേർ അവിടെ വയ്ക്കും. അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് അപ്പം ഇങ്ങനെ പരത്തി എല്ലാവർക്കും അറിയുന്നത്, ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കട്ടോ. ഇനി ഞാനിങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാനിവിടെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചേക്കണം എന്താ വെച്ചാൽ ഇതിൻ്റെ അടപ്പുണ്ടല്ലോ, ഓട്ട അടയാടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആവി പെട്ടെന്ന് നല്ലപോലെ കയറാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മാതിരിക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. അടെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ചൂടാറിക്കഴിഞ്ഞാൽ ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് കഷ്ണാക്കി കഴിക്കുന്നത് അങ്ങനെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കടിച്ച് എടുക്കാം. അപ്പം ഞാൻ അങ്ങനെ എടുക്കുന്നുണ്ട് ഒരു പീസ്.
നല്ല നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനത്തെ അവരട. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സിമ്പിൾ റെസിപ്പി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് ചാനലിൽ. പറ്റുന്നവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ടാക്കുക. ഇതുപോലെ വീഡിയോസായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.